പാലക്കാട് മുതലമടയിൽ 100ഓളം കുടുംബങ്ങളെ ദുരിതത്തിലാക്കി സ്വകാര്യ തോട്ടത്തിൽ വൻതോതിൽ മാലിന്യം നിക്ഷേപിക്കുന്നു. നീറ്റ ജലാറ്റിൻ കമ്പനിയിൽ നിന്നുൾപ്പെടെയുള്ള ടൺ കണക്കിന് മാലിന്യമാണ് ജൈവവളത്തിനെന്ന പേരിൽ ഇവിടെ നിക്ഷേപിക്കുന്നത്. സംഭവത്തിൽ പരാതി നൽകിയിട്ടും നടപടിയെടുക്കാതെ പ്രതിഷേധവുമായി എത്തിയ നാട്ടുകാരെ പോലീസ് ഭീഷണിപ്പെടുത്തിയെന്നും ആരോപണമുണ്ട്. മുതലമട കള്ളിയമ്പാറയിലെ 70 ഏക്കറോളം വരുന്ന സ്വകാര്യ തോട്ടത്തിലാണ് ജൈവവള നിർമ്മാണത്തിനെന്ന പേരിൽ തൃശൂരിലെ നീറ്റ ജലാറ്റിൻ കമ്പനിയിൽ നിന്നുള്ള മാലിന്യങ്ങൾ വൻതോതിൽ നിക്ഷേപിക്കുന്നത്. ഇതിനു പുറമെ ആശുപത്രി മാലിന്യങ്ങളും അറവ് മാലിന്യങ്ങളും ഇവിടെ എത്തിക്കുന്നുണ്ട്. വൻതുക പ്രതിഫലം വാങ്ങിയാണ് തോട്ടമുടമ മാലിന്യ നിക്ഷേപത്തിന് സ്ഥലം വിട്ടുകൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇതുമൂലമുണ്ടായിട്ടുള്ള കടുത്ത ദുർഗന്ധവും പരിസ്ഥിതി മലിനീകരണവും കാരണം പ്രദേശത്തെ 100ഓളം കുടുംബങ്ങളാണ് ദുരിതത്തിലായത്. ഭയങ്കര സ്മെല്ലാണ് റോട്ടിൽ കൂടെ വരുമ്പോഴേ. പിന്നെ അവിടെ ഇരിക്കുന്ന ജനങ്ങളുടെ അവസ്ഥ പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അവരവിടെ ഇരിക്കുന്നത്. അധികാരം കൊണ്ട് വലിയവർക്കും കുട്ടികൾക്കും പ്രായവർക്കും എല്ലാവർക്കും വല്ലാത്ത എന്താ പറയുക വൈയാകിയും എല്ലാ വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട്. ദുരിതം സഹിക്കാനാവാതെ കഴിഞ്ഞ ദിവസം ഇവിടേക്ക് കൊണ്ടുവന്ന അറവ് മാലിന്യങ്ങളും ആശുപത്രി മാലിന്യവും നാട്ടുകാർ തടഞ്ഞിരുന്നു. എന്നാൽ തോട്ടമുടമയ്ക്ക് അനുകൂലമായി നിന്ന പോലീസ് നാട്ടുകാരെ പ്രതിയാക്കി കേസെടുക്കുകയാണ് ചെയ്തത്. പരാതിപ്പെടുന്ന നാട്ടുകാരെ തോട്ടമുടമയും പോലീസും ചേർന്ന് ഭീഷണിപ്പെടുത്തുന്നതായും ആരോപണമുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് ചോദിക്കാൻ പോയപ്പോൾ കുട്ടികളെ പിടിച്ച് ആക്രമിച്ചു. അപ്പോൾ ഞങ്ങളുടെ മക്കളിനെ ആക്രമിച്ചപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അവരുടെ കമ്പൗണ്ടിൽ നിന്ന് വഴക്ക് പറയേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് തടുത്തപ്പോൾ അവർ നേരെ കാർ അങ്ങോട്ട് കയറ്റിയിട്ട് പിന്നെ ഞങ്ങളെ മർദ്ദിക്കുകയാണ് ചെയ്തത് പോലീസുകാർ. സംഭവത്തിൽ ജില്ലാ ഭരണകൂടമോ പഞ്ചായത്ത് അധികൃതരോ വേണ്ട നടപടി സ്വീകരിക്കാത്തതും പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. റിപ്പോർട്ടർ, പാലക്കാട്.